ഒരു സംശയം എനിക്കുള്ളത് ഞാൻ ഇവിടെ വെച്ച് ചോദിക്കുകയാണ്. ശ്രീനിവാസനോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു അധ്യാപകനാണ്. സാബു അല്ലേ? മഞ്ജു, നസീർ അധ്യാപകനാണ്. പക്ഷേ ശ്രീനിവാസൻ എത്രയോ നല്ല കഥാപാത്രങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു അധ്യാപകന്റെ അന്തസ്സിന് യോജിച്ച കഥാപാത്രം തന്നിട്ടുണ്ട്. കാർ തൊഴിലാളി കുമാരൻ എങ്ങനെ ശോഭനയുടെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്ന കഥാപാത്രം എങ്ങനെയുണ്ട് അല്ലേ? പിന്നെ അതിനുശേഷം കണ്ടക്ടർ വത്സൻ വരവേൽപ്പില് മോഹൻലാലിന്റെ ക്യാഷ് മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്ന കഥാപാത്രം കണ്ടക്ടർ വത്സൻ എങ്ങനെയുണ്ട്? അപ്പോ ഇങ്ങനെയുള്ള ഈ ഒരു അല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് എനിക്ക് കൂടുതലും തന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം ശ്രീനി? ജഗദീഷ് എന്നെ അധ്യാപക ജോലി വേണ്ടെന്ന് വെച്ചിട്ട് പോകുന്നയാളാണ്. അത് ഇഷ്ടപ്പെടാത്തയാളാണ്. അപ്പൊ പിന്നെ എന്തിനാ അധ്യാപകനായിട്ട് കണക്കാക്കുന്നു? ന്യായമായ ഒരു ചോദ്യം. ഒരു സംശയം എനിക്കുള്ളത് ഞാൻ ഇവിടെ വെച്ച് ചോദിക്കുകയാണ്. ശ്രീനിവാസനോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു അധ്യാപകനാണ്. സാബു അല്ലേ? മഞ്ജു, നസീർ അധ്യാപകനാണ്. പക്ഷേ ശ്രീനിവാസൻ എത്രയോ നല്ല കഥാപാത്രങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു അധ്യാപകന്റെ അന്തസ്സിന് യോജിച്ച കഥാപാത്രം തന്നിട്ടുണ്ട്. കാർ തൊഴിലാളി കുമാരൻ എങ്ങനെ ശോഭനയുടെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്ന കഥാപാത്രം എങ്ങനെയുണ്ട് അല്ലേ? പിന്നെ അതിനുശേഷം കണ്ടക്ടർ വത്സൻ വരവേൽപ്പില് മോഹൻലാലിന്റെ ക്യാഷ് മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്ന കഥാപാത്രം കണ്ടക്ടർ വത്സൻ എങ്ങനെയുണ്ട്? അപ്പോ ഇങ്ങനെയുള്ള ഈ അല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് എനിക്ക് കൂടുതലും തന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം ശ്രീനി? ജഗദീഷ് എന്നെ അധ്യാപക ജോലി വേണ്ടെന്ന് വെച്ചിട്ട് പോകുന്നയാളാണ്. അത് ഇഷ്ടപ്പെടാത്തയാളാണ്. അപ്പൊ പിന്നെ എന്തിനാ അധ്യാപകനായിട്ട് കണക്കാക്കുന്നു? ന്യായമായ ഒരു ചോദ്യം.